ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന ഈ അവസരം കൃപയിൽ ആശ്രയിച്ച് ഞാൻ വിനിയോഗിക്കാൻ തുടങ്ങുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. വചനകേൾവി നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമാണല്ലോ. ഇന്നും അത് ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 8, 9, 10 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 8, 9, 10 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ടു അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് യേശുവിൻ്റെ കാൽ പിടിച്ചു കർത്താവിനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ അവനെ കാണും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ കല്ലറ കാണാൻ വേണ്ടി സഹോദരിമാർ 2 പേർ ചെല്ലുന്നു എന്നതാണ് മത്തായി അവതരിപ്പിക്കുന്നത്. നേരം വെളുത്തപ്പോഴേക്കും മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ വേണ്ടി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, കല്ലറയിൽ കർത്താവില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ കല്ലറ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി കളഞ്ഞിട്ട് കല്ലറയുടെ വാതിക്കൽ മിന്നുന്ന ശോഭയോടുകൂടെ ഇരിക്കുകയായിരുന്നു. അവർ ദൂതനെ കണ്ടു. ദൂതൻ അവരോട് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. അവൻ കിടക്കുന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറവീൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ദൂതൻ ഈ സഹോദരിമാരോട് പറഞ്ഞു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ഇവിടെ ഇല്ല, നിങ്ങൾ വേഗം ചെന്ന് ശിഷ്യന്മാരോട് പറ, ഗലീലയ്ക്ക് പോകാൻ പറ, ഗലീലയിൽ വെച്ച് കർത്താവ് നിങ്ങളെ കാണും. യഹൂദ്യയിലാണ് യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തത്, ക്രൂശീകരണം നടന്നത്. ഗലീല മറ്റൊരു സംസ്ഥാനമാണ്, അവിടെയാണ് കൂടിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, യഹൂദയിൽ വെച്ച് കൂടിക്കാണുന്നില്ല, ഗലീലയിൽ വെച്ച് കൂടിക്കാണാം, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ദൂരമാണ്, 2 സംസ്ഥാനങ്ങൾക്ക് അപ്പുറമാണ്, അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഇത് കേട്ടാറെ ഈ സഹോദരിമാർ ശിഷ്യന്മാരോട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഓടി അവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ വേണ്ടി ഓടുമ്പോൾ ഇതാ യേശു അവരെ എതിരേറ്റു വന്ദനം പറഞ്ഞു. എന്നെ ഇന്ന് ആ ഭാഗം ചിന്തിച്ചു. ദൂതൻ പറഞ്ഞത് യേശുക്രിസ്തു ഗലീലയിലേക്ക് പോയിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ് അവിടെ വെച്ച് നിങ്ങളെല്ലാവരെയും കൂടി കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓടിച്ചെല്ല്, ശിഷ്യന്മാരോട് പറ, ഗലീലയ്ക്ക് പോകാൻ പറ, അവിടെ വെച്ച് കൂടിക്കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്ത വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ സന്ദേശ കൈമാറ്റമാണ്. യേശു മരണത്തെ ജയിച്ചു, യേശു കല്ലറ വിട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ലോകത്തോട് പറയുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും ശക്തമായ സന്ദേശം. ഇത് 2 സഹോദരിമാരെയാണ് ഏൽപ്പിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ ദൂതുമായിട്ട് അവർ ഓടുകയാണ്. വെറുതെ കല്ലറ തുറന്നു എന്നുള്ളതല്ല, ഒരു ദൂത വരെ ഫലമേൽപ്പിച്ചു. ഗലീലയ്ക്ക് പോകുക, യേശുവിനെ കൂടിക്കാണാം. ഈ സന്ദേശം സ്വർഗത്തിലെ ദൂതൻ അവരെ ഏൽപ്പിച്ചു. ദൂതൻ ഏൽപ്പിച്ച ദൂതുമായിട്ട് ഈ സഹോദരിമാർ ഓടുന്നു. ഓടുമ്പോൾ അവരുടെ മനസ്സിനകത്ത് 2 വികാരങ്ങൾ. 8 വാക്യം മുതൽ, ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ടു. അവർ ഈ കല്ലറയിൽ നിന്ന് പോകുമ്പോൾ 2 വികാരങ്ങൾ, ഭയവും മഹാസന്തോഷവും. ഈ 2 സമ്മിശ്ര വികാരങ്ങളുമായിട്ടാണ് ഓടുന്നത്. ഭയവും മഹാസന്തോഷവും. ഭയവും മഹാസന്തോഷവുമായി
സുവിശേഷവും കയ്യിൽ വെച്ചുകൊണ്ട് ഓടുന്നവരെ യേശു എതിരേറ്റു, വന്ദനം പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേ ദൂതനും പറഞ്ഞത്? ദൂതൻ പറഞ്ഞ കാര്യം നിർവഹിക്കാൻ വേണ്ടി അവർ ഉഴപ്പി തല്ലി ചുമ്മാ കടത്തിണ്ണയിൽ ഇരിക്കുമല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഓടുമല്ലായിരുന്നു. ആ ദൗത്യം കൊണ്ട് ഓടുന്ന അവരെ യേശു എതിരേറ്റു, വന്ദനം ചൊല്ലി. എന്നിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് ഭയം യേശു എടുത്തു കളഞ്ഞു. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞാൽ ഭയം എടുത്തു കളഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. രണ്ട് വികാരം കൊണ്ടാണ് അവർ ഓടുന്നത്. ഭയവും മഹാസന്തോഷവും ഉണ്ടായിരുന്നു ദൂതൻ്റെ അടുക്കുന്ന പോരുമ്പോൾ. എന്നാൽ യേശുവിന് മനസ്സിലായി, സുവിശേഷവുമായി എൻ്റെ ഉയർപ്പിൻ്റെ വാർത്തയുമായി പോകുന്നവർ അവർ ഭയത്തോടെയാണ് പോകുന്നത്. സന്തോഷമുള്ളപ്പോൾ തന്നെ ഭയമുണ്ട്. കർത്താവ് അവരെ എതിരേറ്റിട്ട് വന്ദനം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട. എൻ്റെ ചിന്ത, എൻ്റെ പൂർണ്ണ ബോധ്യം, യേശു അവരുടെ ഉള്ളിൽ നിന്ന് ഭയം നീക്കി. ഇപ്പം അവരുടെ ഉള്ളിൽ മഹാസന്തോഷം മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ 2-3 ചിന്തകൾ ഉറപ്പ് തന്നു. ഒന്ന്, സുവിശേഷം എന്ന ലോകമറിയേണ്ട ദൗത്യം, അതുമായി ഓടുക. യേശുക്രിസ്തു ഉയർത്തു എന്ന വാർത്ത ആരോടെങ്കിലും പറയാൻ ഓടുകയാണ്. അവരെ കർത്താവ് എതിരേറ്റു, വന്ദനം പറഞ്ഞു. ആരോ പ്രഭാഷകർ ചരിത്രഭാഗത്ത് നിന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആഫ്രിക്കയിലോ മറ്റെവിടെയോ ദീർഘകാലം മിഷണറി പ്രവർത്തനം നടത്തിയിട്ട് അമേരിക്കയിലേക്കോ മറ്റോ കപ്പൽ യാത്ര നടത്തിപ്പോരുമ്പോൾ അദ്ദേഹം മടങ്ങിപ്പോരുകയാണ്. തുറമുഖത്തെത്തിയപ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത അതേ കപ്പലിൽ അമേരിക്കയുടെ പ്രസിഡൻറ്റോ മറ്റോ യാത്രയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ബാൻഡ് മേളത്തോടും ഔപചാരികമായിരിക്കുന്ന എല്ലാ സൈന്യ സന്നാഹത്തോടും കൂടെ സ്വീകരിക്കാൻ വേണ്ടി ആ കപ്പൽ പോർട്ടിൽ ഒരുപാട് പേർ വന്നിരുന്നു. ദീർഘകാലം കർത്താവിന് വേണ്ടി സുവിശേഷം അറിയിച്ച ഈ മനുഷ്യൻ പോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ആരുമില്ല, സ്വീകരിക്കാൻ വീട്ടുകാർ പോലുമില്ല. വർഷങ്ങൾ പിന്നിട്ട് തിരിച്ചു വരുമ്പോൾ പഴയ പരിചയക്കാരില്ല, തൻ്റെ സംഘടനയുടെ ആൾക്കാരില്ല. ഒറ്റയ്ക്ക് വന്നിറങ്ങി തന്നെ പെട്ടി തലയിൽ ചുമി പോരുമ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, അമേരിക്കയുടെ പ്രസിഡൻറ്റിനെ സ്വീകരിപ്പാൻ ഈ തുറമുഖത്ത് എത്രയോ പേര് വന്നിരിക്കുന്നു. ഞാൻ കർത്താവിന് വേണ്ടി ദീർഘകാലം ആരുമറിയാത്ത നാട്ടിൽ പോയി പ്രവർത്തിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ആരുമില്ലല്ലോ എന്ന് മനസ്സിൽ ഭാരപ്പെട്ടു എന്ന്. ഞാൻ ഈ വാക്ക് വായിച്ചപ്പോൾ ആ സംഭവം ഓർക്കുമായിരുന്നു. സുവിശേഷവുമായി പോകുന്നവനെ എതിരേക്കുന്നത് ലോകമല്ല, സർക്കാരല്ല, സംഘടനയല്ല, സമുദായമല്ല, കർത്താവാണ്. നിൻ്റെ കയ്യിലൊരു ദൂതുണ്ടോ, 2 കാര്യം നടക്കും. യേശു ഉയർത്തു, കർത്താവ് വിടുവിക്കുന്നവനാണ്. മരണം പരാജയപ്പെട്ടിരിക്കുന്നു, ഉയർപ്പ് സാധ്യമാണ്. ഇതൊരു തുടക്കമാണ്. ചരിത്രം മാറിയിരിക്കുന്നു. ദൈവപുത്രൻ ഒരു സാക്ഷിയാണ്. ഈ ദൂതുമായിട്ടോടുന്നവൻ, അവനെ എതിരേക്കാൻ കർത്താവുണ്ടാകും. ആരും അവന് വന്ദനം പറയുന്നില്ലെങ്കിലും യേശു അവനെ വന്ദനം പറഞ്ഞു. എൻ്റെ ഇന്നത്തെ ചിന്തയിൽ കർത്താവ് ഗലീലയ്ക്ക് പോകുന്നല്ലേ പറഞ്ഞേ, ദൂതൻ പറഞ്ഞല്ലേ പൊക്കൾ. പിന്നെ യേശു അതേ ദൂത ഇവിടെ പറയുന്നത്. ശിഷ്യന്മാരോട് പറ, ഗലീലയ്ക്ക് വരാൻ പറ, അവിടെ വെച്ച് ഞാൻ അവരെ കാണുമെന്ന് പറ. ഇത് തന്നെയാണ് ദൂതൻ പറഞ്ഞത്. അതൊന്നോടെ പറയാൻ വേണ്ടി ഇവർ മടിച്ചിരിക്കുവാണെങ്കിൽ, പറയാതെ വീട്ടിനകത്ത് ഇരിക്കുവാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്താ, നിങ്ങൾ പോയി പറയാത്ത എന്താണെന്ന് ചോദിച്ചു വേണമെങ്കിൽ വഴക്ക് പറയാൻ വരാം. ഇത് വഴക്ക് പറയുകയല്ല, വന്ദനം പറയുകയാണ്. മാത്രമല്ല അവരുടെ ഉള്ളിൽ നിന്ന് ഭയം എടുത്തു കളഞ്ഞു. മഹാസന്തോഷം മാത്രമേ ഇപ്പോൾ അകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൗത്യത്തിൽ പങ്കാളിയാകാമോ? കർത്താവിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ശുഷ്കാന്തി കാണിക്കാമോ? നമുക്ക് കർത്താവിനെ വേണം. കർത്താവിനെ നമ്മുടെ വിഷയങ്ങൾക്കകത്തെല്ലാം ഇടപെടുത്തണം. കർത്താവിൻ്റെ ആൾക്കാരെ വേണം, പ്രാർത്ഥന വേണം, പ്രാർത്ഥിക്കുന്നവരെ വേണം, വിടുതൽ വേണം, കൃപ വേണം, കൃപാവരം വേണം, ഇതെല്ലാം വേണം. പക്ഷെ കർത്താവിൻ്റെ ഒരു കൊച്ചു കാര്യം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു,
എന്ന് പറയേണ്ടവരോട് പറയുക. ആ ദൗത്യം കൂടെ നിർവഹിക്കാൻ തയ്യാറായാൽ 2 കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒന്ന്, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഭയം, ഭീതി, സംശയം, നിങ്ങളുടെ കുടുംബത്തിൽ കിടന്ന് മറയുന്ന കലഹം, പ്രശ്നം അതങ്ങെടുത്ത് കളയും. പിന്നെ മഹാസന്തോഷം മാത്രമേ അതിനകത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയം പുറത്തായി മഹാസന്തോഷം നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ ദൗത്യത്തിൽ പങ്കാളിയാകുക. മാത്രമല്ല, സുവിശേഷവുമായി, സത്യവചനവുമായി, യേശുവിൻ്റെ ദൂതുമായി ഓടുന്നവരെ എൻ്റെ കർത്താവ് എതിരേക്കും. അവരെ വന്ദനം പറയും. അവർക്ക് വേണ്ടത് നിലനിർത്തും, വേണ്ടാത്തത് ഉള്ളിൽ നിന്ന് എടുത്തു കളയും. കർത്താവ് വലിയവൻ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഒന്നിച്ചോർപ്പിക്കുന്നു. ആരോടെങ്കിലുമൊക്കെ നിൻ്റെ മനസ്സിൽ നിന്ന് പങ്കുവെക്കണം. യേശു വിടുവിക്കുന്നവനാണ്, മരണത്തെ ജയിച്ചവനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, മടങ്ങി വരുന്നവനാണ്, പാപപരിഹാരകനാണ്, രോഗസൗഖ്യം തരുന്നവനാണ്. ഈ ദൗത്യവുമായി ഓടാൻ മനസ്സ് വെച്ചാൽ നിൻ്റെ കയ്യിൽ ആ ദൂതുണ്ടെങ്കിൽ യേശു എതിരേറ്റ് വന്ദനം പറയും, ഭയം എടുത്തു കളയും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടെടുക്കപ്പെട്ടവരുടെ അകത്ത് മഹാസന്തോഷമുണ്ട്. എന്നാൽ ഉള്ളിൽ ഭയവും രണ്ടും കൂടി ഒരു വൈകാരിക തലത്തിൽ താളം തല്ലിക്കിടക്കുമ്പോൾ യേശു അതറിഞ്ഞ് അവരുടെ ഉള്ളിൽ നിന്ന് ഭയം നീക്കി സന്തോഷം നിലനിർത്തിയത് ഞങ്ങളിന്ന് കണ്ട് കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട്. കർത്താവിനെ അറിയാൻ പറ്റിയല്ലോ. ദൈവം തന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ. എന്നാൽ ഒപ്പം എന്തൊക്കെയോ ഭയമകത്ത് കിടക്കുന്നുണ്ട്. ആ ഭയം നീങ്ങട്ടെ. യേശു ഉള്ളവന്, കർത്താവിൻ്റെ ദൂത് കയ്യിലുള്ളവന് ഭയം വേണ്ട, സന്തോഷം മതി. അത് നിലനിർത്താൻ കർത്താവ് എതിരേറ്റ് വന്ദനം പറഞ്ഞവരെ ഉറപ്പിച്ചെങ്കിൽ ആ ദൗത്യം ഞങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി ഞങ്ങളിലും നടക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.